ഹായ്, സി എനെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് ഡൗട്ടുകളായിട്ട് സ്റ്റുഡൻസ് ആയിട്ടും പാരൻസ് ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതിനൊക്കെ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ സി എ നമുക്കറിയാം, സി എ എന്ന് പറയുന്നത് പല ആളുകളും ടഫാന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ടാവും. സോ എന്താണ് ആക്ച്വൽ സി എ, അതുപോലെ തന്നെ സി എയുടെ സ്കോപ്പ് എന്താണ്, സാലറി എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സാലറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സി എ പാസ്സായി കഴിഞ്ഞാൽ, നമ്മളൊരു സി എ ആയി കഴിഞ്ഞാൽ നമുക്ക് സി എ എന്നുള്ളത് നമ്മുടെ പേരിൻ്റെ മുമ്പൊക്കെ യൂസ് ചെയ്യാം. സി എ എന്ന് പറഞ്ഞാൽ രണ്ട് സ്കോപ്പ് ഉള്ളത് സാധാരണ. ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു ജോബ് ആയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനുള്ളത്. ജോബ് ചെയ്യാൻ മീൻസ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് ഹെഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ ആയിട്ടോ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു കമ്പനിയുടെ കീഴിലായിട്ട് നമ്മൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ജോബ്. ഓക്കെ, ജോബിലൊരു സാധാരണ ഒരു ഫസ്റ്റ് അപ്പോയിൻമെന്റ് ആണെന്നുണ്ടെങ്കിലും ഒരു 75K പ്ലസ് എന്തായാലും നമുക്ക് സി എ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അത്രയും പ്രതീക്ഷിക്കാം. ഓക്കെ, പെർ മന്ത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചും നിങ്ങളുടെ നോളജിനനുസരിച്ചും അതെന്ത് ചെയ്യും, സാലറി വേരി ചെയ്ത് വരും. ഓക്കെ, ദ സെക്കൻഡ് വൺ ആണ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ സി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിനെ പറ്റി ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അതായത് എന്തിനാണ് നമ്മളൊരു സി ആവുന്നത്, അല്ലെങ്കിൽ സിയുടെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയും ഓരോ വർഷവും ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യാന്ന് മീൻസ് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ എക്സാമിനേഷൻ ആണ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ എക്സാമിനേഷൻ ആണെന്ന് ഓഡിറ്റ് ചെയ്യുക. അതായത് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഇതെല്ലാം പോയി ചെക്ക് ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കണക്കുകൾ ശരിയാണോ, അവിടുത്തെ അസറ്റും ലയബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെയ്യുന്നതിന് പറയുന്ന ഓഡിറ്റ് ചെയ്യുക എന്ന് പറയാം. ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ഓഡിറ്റ് ചെയ്യാൻ നിർബന്ധമാണ്. ഓക്കെ, സോ ഈ ഓഡിറ്റ് ചെയ്യാനുള്ള പവർ, അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്തിട്ട് എന്താണ് സൈൻ ചെയ്തത്, അത് ഇതാക്കിയിട്ട് മാറ്റണ്ടേ, അത് ചെയ്യാൻ പറ്റുന്നത് സി എക്കാർക്ക് മാത്രം. ഓക്കെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ. ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫൈനാൻസ് ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പലതരം ഓഡിറ്റ്സ് ഉണ്ട്. സോ അത് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സി എ ആവുക എന്നുള്ളതാണ്. സോ അത് നമുക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സേവനം, അതായത് ഈ ഓഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്, ഒരു സി എക്കാരന് 20 കമ്പനി വരെ ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, അറ്റ് എ ടൈം. സോ 20 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫേം ഇടുന്നു. സാധാരണ നമ്മളൊരു സി എക്കാരൊക്കെ LLP ആയിട്ടാണ് ഫേം രജിസ്റ്റർ ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ഒരു ഫേം ഇട്ടുകൊണ്ട്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ പോലെ ക്ലിനിക്ക് പോലെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പനീസുകൾ നമ്മളടുത്ത് ഓഡിറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ട് വരുന്നു. നമ്മൾ അവരുടെ കമ്പനി ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ സി എക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ജി എസ് ടിയുടെ ഫയലിംഗ്, മന്ത്ലി റിട്ടേൺ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളും സി എ ഫേമുകളിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ ടാക്സ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഫയലിംഗ് കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സർവീസുകളുണ്ട് ഫൈനാൻസിൽ. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുകയും അത് നമ്മൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ഒരു ഫിക്സ്ഡ് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറുടെ സാലറി സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു, ആ ഡോക്ടർക്ക് എത്രത്തോളം ക്ലയൻസ് വരുന്നുണ്ടോ, അല്ലെ എത്രത്തോളം രോഗികൾ വരുന്നോ അതിനനുസരിച്ചല്ല ആ ഒരു ഡോക്ടറുടെ ഫീസ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. എത്രത്തോളം നമുക്ക് ക്ലയൻസ് ഉണ്ടോ, നമ്മുടെ ക്ലയൻസിനനുസരിച്ചാണ് നമ്മൾ സി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മന്ത്ലി ഇൻകം എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അത് ചിലപ്പോൾ 0 ആവാം, ഒരു ക്ലയൻസിനും കിട്ടിയില്ലെങ്കിൽ 0, അല്ലെങ്കിൽ ക്ലയൻസ് എത്രത്തോളം കിട്ടുന്നോ അപ്പൊ അതിനനുസരിച്ച് അൺലിമിറ്റഡ് ആണ്. എത്രയാണോ നമുക്ക് ക്ലയൻസ് കൂടുന്തോറും നമ്മുടെ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രാക്ടീസ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഡിമാൻഡ് ഉണ്ടോ? നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇഷ്ടം പോലെ ക്ലയൻസിന് നമുക്ക് ഈസിലി അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം അത്രത്തോളം ബിസിനസ് നമ്മുടെ രാജ്യത്തും കേരളത്തിലൊക്കെ ആയിട്ടുണ്ട്. സോ അതാണ് നമ്മൾ സാലറിയുടെ കേസ് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് സ്കോപ്പ്.
സി ഒക്കെ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. ഓരോ വർഷവും കമ്പനികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇന്ത്യ എന്ന് പറയുന്നത് ഭാവി തന്നെ വലിയൊരു എന്താ പറയുക ഒരു GDP ഒക്കെ വളരെ ഗ്രോത്ത് ഉണ്ടാവുന്നു. ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നു. സോ ഇന്ത്യ എന്ത് ചെയ്യാണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. സോ ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കമ്പനികൾ കൂടുകയാണ്, ഇവിടുത്തെ ബിസിനസ്സുകൾ കൂടുകയാണ്. അപ്പൊ നമ്മുടെ CAയുടെ സ്കോപ്പും കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതാണ് ഒരു ഇത്. അപ്പൊ സ്കോപ്പ് അത്യാവശ്യം നല്ല ഉണ്ട്. ഓക്കെ, സ്കോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ദെൻ അടുത്തൊരു സ്കോപ്പ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു തിങ് ആണ്. അതായത് മറ്റുള്ള കോഴ്സ് ആയിട്ടുള്ള CAയുടെ സെയിം കാറ്റഗറിയിൽ വരുന്നതാണ് CMA, അതുപോലെ തന്നെ CS, ACCA എന്നൊക്കെ പറയുന്നത്. ഇതുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ CA എന്ന് പറയുന്ന സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു CMAനേക്കാളും പ്രാക്ടിക്കൽ നോളജ് കൂടി ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ CMAക്കും CAക്കും ഏകദേശം ഒരുപാട് സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളതിന്റെ പ്രാക്ടിക്കൽ നോളജ് നമ്മളത് നമ്മുടെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ CAക്കാണ് മോർ പ്രോബബിലിറ്റി. അതുപോലെ തന്നെ നമുക്ക് ഒരു CMAക്കാരനേക്കാളും ഒന്നുകൂടെ CA നമുക്ക് ഒരു റെസ്പെക്റ്റും കാരണങ്ങളൊക്കെ കിട്ടുന്നത്. സോ ഒരു ക്ലാസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് CA. സോ അങ്ങനെ നോക്കുമ്പോൾ അതാണ് ദാറ്റ് മീൻസ് ദ സ്കോപ്പ്. ഓക്കെ, ഇനി അടുത്തതാണ് എലിജിബിലിറ്റി. ഞാൻ പറഞ്ഞു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ CAയിലോട്ട് നമുക്ക് 2 രൂപയാണ് എൻ്റർ ചെയ്യാം. ഞാനൊരു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് CAയിൽ ചില സിലബസിലൊക്കെ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ +2ന് ശേഷം നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എൻ്റർ ചെയ്യാം. +2ന് ശേഷമാണെന്നുള്ളതിനൊക്കെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റ്, CA ഫൈനൽ. ഓക്കെ, ഓരോ ഇതിലെ ടോപ്പിക്സ് വൈസ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷനാണ് ഡയറക്റ്റ് എൻട്രി. അതായത് ഡിഗ്രിക്ക് ശേഷം CAയിലോട്ട് എൻട്രി. അപ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് CA ഫൗണ്ടേഷൻ നമ്മൾ എഴുതണ്ട. ഓക്കെ, CA ഇന്റർമീഡിയറ്റ് ഫൈനൽ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ. CA ഫൗണ്ടേഷനിൽ 4 പേപ്പറാണ്, അതുപോലെ CA ഇന്റർമീഡിയറ്റിൽ 6 പേപ്പറാണ്, CA ഫൈനലിൽ 6 പേപ്പറാണ്. പിന്നെ CAയുടെ അതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യാം, ഡിഗ്രി ആയിട്ട് എൻ്റർ ചെയ്യാം. 2 രൂപയാണ്. ഓക്കെ, പിന്നെ ഞാനൊരു ഒരുപാട് ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ 2 വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. സോ അതിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് സിലബസിനെ പറ്റി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് CA ടഫാണ്, ഞാൻ പഠിച്ച പാസ്സാവുമോ എന്നുള്ളതാണ് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു പേടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CAയിലോട്ട് വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ CAയിലോട്ട് +2 പാസ്സായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കിംഗ് ക്രൈറ്റീരിയ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് +2 പാസ്സായാൽ മതി. ഓക്കെ, ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 50-60% എന്ത് ചെയ്താൽ മതി, മാർക്ക് മതി. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CAയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മാർക്കിംഗ് എന്ന് പറയുന്നത് CA അവർ ICA എന്ത് ചെയ്തിട്ടില്ല, ഒരു ഇത്ര മാർക്ക് ഫിക്സ്ഡ് നിങ്ങൾക്ക് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏതെടുത്താലും ഏത് സ്ട്രീം ആണെന്നുണ്ടെങ്കിലും CAയിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ +2 കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മുടെ സയൻസ് എന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല, സോ CA എടുത്തു കഴിഞ്ഞാൽ ഞാൻ പാസ്സാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും പല ആളുകൾക്കും. സോ അതിന് ഞാനൊരു ക്ലാരിറ്റി തരാം. നമ്മൾ സ്റ്റാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് കൂടുതലും CA കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ CA കൂടുതലും പാസ്സാവുന്ന ആരാണ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ആക്ച്വലി നമ്മൾ ഏത് സ്ട്രീം ആണെന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ. നമുക്ക് അക്കൗണ്ട്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരു അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും നമ്മൾ CA ഫൗണ്ടേഷൻ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് CA ഫൗണ്ടേഷൻ പഠിച്ച് നമ്മൾ സെറ്റ് ആകുമ്പോഴത്തേന് ഏകദേശം കംപ്ലീറ്റ് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, CA ഫൗണ്ടേഷൻ അപ്പോൾ സബ്ജക്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചാലും നമുക്ക് CA ഫൗണ്ടേഷനിലെ സബ്ജക്റ്റ് പഠിക്കുന്നതോടെ അക്കൗണ്ട്സിൻ്റെ ബേസിക്കും പിന്നെ മുന്നോട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ദ സെക്കൻഡ് വൺ എക്കണോമിക്സിൻ്റെയും ബേസിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് CA ഫൗണ്ടേഷനിലും നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്സിൻ്റെ ബേസിക്സും കാര്യങ്ങളും കിട്ടും. ദ തേർഡ് വൺ സബ്ജക്റ്റ് എന്ന് പറയുന്നത് CA ഫൗണ്ടേഷൻ ലോയാണ്. ഇപ്പൊ ലോയിലും നിങ്ങൾക്ക് പ്രശ്നമല്ല, കാരണം കൊമേഴ്സിൽ നിന്ന് പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കും ലോനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല, കാരണം ലോ എന്ന് പറയുന്നത് എൻ്റയർലി പുതിയ സബ്ജക്റ്റാണ്. ഓക്കെ, ദ ഫോർത്ത് വൺ മാത്സ്. ഓക്കെ, മാത്സ് എന്ന് പറയുന്നത് ചില സ്റ്റുഡൻസിനെക്കാട്ടിലും റിയൽ ഡിഫിക്കൽട്ടാണ്. കാരണം മാത്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ ഉള്ള ഒരു സബ്ജക്റ്റാണ്.
അതായത് നമ്മുടെ ഫൗണ്ടേഷനിലെ മാത്സ് നമുക്ക് ഒറ്റയടിക്ക് ബേസിക്സ് ഇല്ലാന്ന്, മാത്സിലെ ബേസിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ CA ഫൗണ്ടേഷനിലെ മാത്സ് ഒറ്റയടിക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇനി സയൻസിൽ മാത്സ് പഠിച്ചിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആണ്. കാരണം +1 +2 സയൻസിലെ മാത്സിലെ ഒരുപാട് ടോപ്പിക്സ് എവിടെ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്, CA ഫൗണ്ടേഷൻ മാത്സ് എന്ന് പറയുന്ന പേപ്പറിൽ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾ +2 മാത്സ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ളത് നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് CA ഫൗണ്ടേഷന്റെ ക്ലാസ്സസ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ പറഞ്ഞ ക്ലാരിറ്റി തരും. ഓക്കെ, മാത്സ് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാത്സ് ടഫാണെന്നുള്ളവർക്ക് മേ ബി മാത്സ് ഒന്നുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഏത് സ്ട്രീം എന്നുള്ളത്. അപ്പൊ ഇനി അതുപോലെ തന്നെ ഈ ടഫ് ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ CA പാസ്സാവും. CA ഒരിക്കലും നമ്മുടെ JEE അല്ലെങ്കിൽ നീറ്റ് പോലുള്ള എക്സാമുകളെ പോലെ അങ്ങനെ ഒരു ടഫ് ക്വസ്റ്റ്യൻസ് അല്ല എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. എനിക്ക് പലപ്പോഴും തോന്നിയില്ല CA എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണ്. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ CA ഫൗണ്ടേഷന്റെ നമ്മളുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 to 5 6 months ആണ്. സോ ഇത്രയും മാസത്തിലേക്കാളും പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും CA ഫൗണ്ടേഷനൊക്കെ ടഫായിട്ട് വരുന്നത്. സോ ടഫാന്ന് പറയുന്നതോടെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, ചില ആളുകൾ ചോദിക്കും എനിക്ക് ഇത്ര മാർക്കുള്ളൂ, ഞാൻ ഇത്രയും കാലം പഠിച്ചില്ല. സോ ഒരു 50% മാർക്കുള്ള ആളുകൾ വരുന്ന CA ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇത്ര +2 വരെ മാർക്കില്ല എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ അല്ല, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ +2 ഫുൾ മാർക്ക് മേടിച്ച ആളുകളും CA ഫൗണ്ടേഷൻ ഫെയിൽ ആയവരുണ്ട്. സോ നമുക്കിവിടെ വേണ്ടത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം CAക്ക് വേണ്ടത് നല്ല പേഷ്യൻസും ആണ്. ഓക്കെ, കാരണം ഒന്ന് പറയുന്നത് ഒരു 4 to 5 years ഉണ്ട് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത്. സോ നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഹോൾഡ് ഓൺ ചെയ്യൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ CA ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഒരു ക്ലാസ്സിൽ എന്ന് പറയുന്നത് 40 to 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും CA ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നത് ഒരു 5 or 6 സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന ഈ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സോ ഇതിൽ പേഷ്യൻസ്, നമുക്ക് ആ ഒരു 5 hours ഒക്കെ തുടർന്ന് പഠിക്കാനുള്ള ഒരു പേഷ്യൻസ്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമുക്കത് ഭയങ്കര നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മളിൽ നിന്ന് പിന്നെ വേറെ ഏതെങ്കിലും കോഴ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് എനിക്ക് തോന്നുന്നത് CAയുടെ ഏറ്റവും ഹൊറിബിൾ തിങ്. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു കോളേജ് ലൈഫ് ഒന്നും ഇല്ല. സോ നമ്മൾ ഒരു കോളേജിലാണെന്നുണ്ടെങ്കിൽ എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് മൂഡായിരിക്കും. സോ എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ഏരിയ ആണത്. സോ നമ്മുടെ CA എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിലെ എൻജോയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ നമ്മൾ ഫുൾ ടൈം സ്റ്റഡി കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് തുടർന്ന് വരുമ്പോൾ ഓക്കെ, നമ്മൾ ഫെയിലായി വീണ്ടും ഇതന്നെ ആവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫെയിലായിട്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോകാതെ സെൽഫ് സ്റ്റഡി വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ആകും, നമുക്ക് ഡിപ്രഷൻ വരും, നമുക്ക് ഇത് നടക്കൂല എന്ന് തോന്നും. സോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നത്, ഇതിന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വരും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ആദ്യം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഈ വർഷം മുതൽ ഒരു വർഷത്തിൽ 3 തവണ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ICA തീരുമാനം എടുത്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫെയിൽ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് CAനെ ടഫ് ആകുന്നത്. പിന്നെ നമ്മുടെ CAയുടെ വേറൊരു ടഫാണുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ വൈസ് എഴുതാൻ പറ്റില്ല. പേപ്പർ 1 ACCAയിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. സോ CAയിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രൂപ്പ് വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പായിട്ട് പാസ്സാണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫൈനൽ അസംഷൻ എന്നുള്ളൊരു സ്കീം ഉണ്ട്, എങ്കിലും നമ്മൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് CAനെ ടഫാക്കുന്ന മറ്റൊരു കാര്യം. ഓക്കെ, പിന്നെ എനിക്ക് മാത്സ് അറിയില്ല. പിന്നെ വേറെ സ്റ്റുഡൻസ് പറയുന്ന വേറൊരു കൺസേൺ ആണ്, എനിക്ക് മാത്സ് അറിയില്ല സാറേ, അല്ലെങ്കിൽ മാത്സിൽ എനിക്ക് വലിയൊരു പിടിയില്ല, ഓക്കെ മാത്സ് എനിക്ക് ടഫാണ്, അതുകൊണ്ട് എനിക്ക് CA എടുക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്സ് ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത് CA ഫൗണ്ടേഷനിൽ മാത്രം. ഓക്കെ, CA ഇന്റർമീഡിയറ്റിലും CA ഫൈനലിലും മാത്സ് എന്നുള്ള ഒരു ടോപ്പിക്കേ ഇല്ല. അവിടെ കോസ്റ്റിങ്ങും ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുപോലെ ടാക്സേഷൻ തുടങ്ങിയത്. പക്ഷെ മാത്സ് ആണോ എന്നുള്ളത് ചോദിച്ചോ,
ബേസിക് മാത്തമാറ്റിക്സ് എന്തായാലും നിർബന്ധം, അതായത് അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഈ കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, കാരണം നമുക്ക് ആഡ് ചെയ്യാനും ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെ വേണ്ടത് മാത്സ്. ഇപ്പോൾ സി എ ഫൗണ്ടേഷൻ എങ്ങനെയും പാസ്സായെന്ന് വിചാരിക്കും, പിന്നെ നമുക്ക് മാത്സ് വരുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ സി എ ഫൗണ്ടേഷൻ തന്നെ മാത്സിലെ ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. അതായത് സി എയുടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സി എ കാരനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അനലറ്റിക്കൽ മൈൻഡ്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽ, അത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സി എ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICAI നമ്മുടെ സി എ ഫൗണ്ടേഷൻ മാത്സ് എന്നുള്ള ടോപ്പിക് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ഇപ്പോൾ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒന്നുകൂടെ ലോജിക്കൽ ബേസ്ഡ് ആണ്. സോ ലോജിക്കൽ കുറച്ചുകൂടെ അനലറ്റിക്കൽ പ്രോസസ്സ് എന്തായാലും വേണം. സോ മാത്സ് നിങ്ങൾ പുലികളല്ല എന്നുള്ള ഒരു ഇഷ്യൂ അല്ല, പക്ഷെ ഒരു ലോജിക്കൽ അങ്ങനത്തെ ഒരു മൈൻഡ് ഉള്ള ആൾക്ക് സി എ പാസ്സാൻ പറ്റും. ഓക്കെ, ദ സെക്കൻഡ് വൺ, നമ്മൾ ഈ ബൈഹേർട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? എത്രത്തോളം ബൈഹേർട്ട് ചെയ്യേണ്ടത്? ചില ആളുകൾക്ക് ബൈഹേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതിനെ പറ്റിയുള്ള കൺസേൺ. ബൈഹേർട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ലോയുടെ കേസസിലാച്ച ഒരുപാട് സെക്ഷൻസ് നമ്മൾ ബൈഹേർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ പഠിച്ചുമ്പോൾ കുറേയൊക്കെ കയറി വന്നോളൂ. രണ്ടാമത് ചില ഡെഫിനിഷൻസ്, ലോയിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടാവും, അത് നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റില്ല. സോ ഡെഫിനിഷൻസ് എന്താ വേണ്ടി വരും. അതെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ബൈഹേർട്ട് ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കൺസേൺ ആണ്, ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാത്ത ആളുകൾക്ക് സി എ പാസ് ആവാൻ പറ്റും. ഇതൊക്കെ ഓരോ സ്റ്റുഡൻസിന്റെ ഓരോ കൺസേൺ വെച്ചിട്ട് പല ആളുകളും ചോദിച്ചുള്ള ഡൗട്ടുകൾക്ക് ബേസ് ചെയ്തിട്ടാണ് അതിന് ആൻസർ ചെയ്യുന്നത്. സോ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാംഗ്വേജ് സംബന്ധിച്ചോ അത്യാവശ്യം ഒരു ലാംഗ്വേജ് ഇതിന് നിർബന്ധമാണ്. കാരണം നമ്മൾ എക്സാം ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ +2 മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അവരെ സംബന്ധിച്ചോളം ഇതൊരു ടാസ്ക് തന്നെ. കാരണം നമ്മൾ ഇനി എക്സാം എഴുതാൻ പോകുന്നത് ഒന്ന് ഇംഗ്ലീഷിലാണ്. പിന്നെ ലോ ഇംഗ്ലീഷിൽ എഴുതിയാലും പോലെ ലോയുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. അവർ നമ്മൾ ICAIലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലാംഗ്വേജ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും വേണം. ഓക്കെ, ഇപ്പൊ ലോയുടെ കേസ് മെയിനായിട്ടും നമ്മുടെ ലാംഗ്വേജ് അഫക്ട് ചെയ്യുന്നത് ലോ, അതുപോലെ തന്നെ എക്കണോമിക്സിൽ അത്യാവശ്യം എഴുതേണ്ടി വരും. മാത്സ് ആകുമ്പോൾ പിന്നെ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല, കാൽക്കുലേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട്സിനും കൂടുതൽ നമുക്ക് പാരഗ്രാഫ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ വീണ്ടും ഓഡിറ്റിലൊക്കെ അത്യാവശ്യം നല്ല ലാംഗ്വേജിൽ എഴുതിയാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ലാംഗ്വേജ് അത്യാവശ്യം, ലാംഗ്വേജ് ആവശ്യം. അത് കരുതിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷറിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ആവറേജ് നിലനിൽക്ക് ഇംഗ്ലീഷ് നമുക്ക് വേണം. പിന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ക്ലാസ്സസ് ചില ഫാക്കൾട്ടീസിന്റെ ക്ലാസ്സൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. സോ അത് അണ്ടർസ്റ്റാൻഡ് എബിലിറ്റി വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് പാസിംഗ് ക്രൈറ്റീരിയ. ഇതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് എത്രയാണ്? നമ്മൾ പാസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ എന്ന് പറയുന്നത്, ഇപ്പോൾ സി എ ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 25 to 26% ആണ് എന്ത് ചെയ്യുന്നത്, പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം എന്താ? 25 to 20, അതായത് 100 കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ 25 ആളുകളാണ് പാസ്സാവുന്നുള്ളൂ, ബാക്കി 75 ആളുകളും ഫെയിൽ ആകും. ഈ 75 ആളുകളും ഫെയിൽ ആകുന്നത് അവർ പഠിക്കാത്തതുകൊണ്ടോ അതുകൊണ്ടൊന്നല്ല. ഓക്കെ, അവരൊക്കെ എഫേർട്ട് ഇട്ട് തന്നെയാണ്. സോ സി എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ഒരു സിമ്പിൾ ടാസ്ക് അല്ല. ഓക്കെ, കുറച്ച് ഹെവി തന്നെയാണ്. അത്രയും ക്ഷമയോട് ഓക്കെ ഓരും പഠിച്ചിട്ട് തന്നെയാണ്, പഠിച്ചാൽ പോലും നമുക്ക് ഇത്രയാണ് പെർസെൻറ്റേജ് വരുന്നത്. ഇനി സി ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 50% വരും. സി എ ഫൈനലും ഏകദേശം 10 to 50 ആ പെർസെൻറ്റേജിൽ തന്നെ കിടക്കുന്നത്. സോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒന്ന് സി എ ഫൗണ്ടേഷനിൽ 25% മനസ്സിലായി, അതായത് ആ 100ൽ 25 ആൾക്കാർ പാസ്സായി. ഈ 25 സി എ ഇന്റർമീഡിയറ്റ് 15% പാസ്സാവുന്നത്. മനസ്സിലായോ? ആ 15% നിന്ന് വീണ്ടും സി എ ഫൈനൽ 10% വരുന്നത്. സോ ഒബ്വിയസ്ലി സി എ ലാസ്റ്റ് സി ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വെൻ കമ്പയറിങ് ടു എൻട്രി ചെയ്ത സ്റ്റുഡൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫൈനലിലോട്ട് എത്തുന്ന സ്റ്റുഡൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ പറയാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സി എ ഇപ്പം നമ്മൾ ICAI തീരുമാനിച്ചു സി എ ഒന്നുകൂടെ സിമ്പിൾ ആക്കുക, ലിബറൽ ആക്കാന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സി എയുടെ ആളുകളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. സോ നമ്മുടെ ഡിമാൻഡ് കുറയും. ശരിക്കും നമ്മുടെ ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സി എന്നല്ല വാട്ടെവർ
നമ്മുടെ അല്ലേ ഡിമാൻഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആയിരിക്കും നമ്മുടെ സാലറി ഓർ റിവാർഡ്. ഓക്കെ, സോ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. സോ ഡിമാൻഡ് കുറഞ്ഞതിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക സാലറിയും കാര്യങ്ങളും അതിലും കുറവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ സി എ ടഫ് ആണെന്ന് ചോദിക്കുന്നവരുടെ ഉള്ള കൺസേൺ ആണ് ഇത്രയും ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് പറ്റുള്ള ഒരു കൺസേൺ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി വേറെ ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഇപ്പോൾ +1 +2ൻ്റെ കൂടെ തന്നെ അവർക്ക് സി എ പഠിക്കണം, നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഉണ്ട്, അതായത് 10ാം ക്ലാസ്സിന് ശേഷം തന്നെ നിങ്ങൾക്ക് സി എക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക. സോ ഇപ്പോൾ +1 +2ൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സി എ പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം. ഇനി അങ്ങനെ സെൽഫായിട്ട്, ഇനി വേറെ ഡൗട്ടാണ് സെൽഫായിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. സെൽഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജും ICI ട്യൂബ് എന്ന് പറയുന്ന ICIയുടെ ഒഫീഷ്യൽ ചാനലിലൂടെ അവർ ഫ്രീ ആയിട്ട് എല്ലാ അറ്റംപ്റ്റിനും അവർ ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഇത് നമ്മൾ യൂട്യൂബിൽ ICI ട്യൂബ് എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ കിട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ICIയുടെ ആപ്പ് ഉണ്ട്, അതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ICIയുടെ ഫ്രീ ക്ലാസ്സസ് അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ വേണമെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം, ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതിന് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ തരും. ഓക്കെ, അതാണ് സെൽഫ് സ്റ്റഡി എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി വേറൊന്നാണ്, നമ്മൾക്ക് എത്രത്തോളം ഇതിന് കോസ്റ്റ് വരും, നമുക്ക് ഫൈനാൻസ് കൂടെ നോക്കണമല്ലോ. കാരണം നമ്മുടെ മേ ബി നമുക്കിതിന് അതിനാവശ്യമായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവും, എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി CA ഫൗണ്ടേഷൻ്റെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ CA ഫൗണ്ടേഷന് രജിസ്ട്രേഷൻ ചെയ്യാം. ഏകദേശം അത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസും ഇതൊക്കെ നമുക്കൊരു 10K വരും. ഓക്കെ, ഞാനൊരു ആവറേജ് പറയുന്നത്, ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. CA ഫൗണ്ടേഷനെ രജിസ്ട്രേഷൻ ചെയ്യാൻ 10K വരും. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു 1500 രൂപ CA ഫൗണ്ടേഷന് നമുക്ക് എന്ത് ചെയ്യും, എക്സാം ഫീ ആയിട്ട് വരും. ഓക്കെ, CA ഫൗണ്ടേഷനിൽ 10K രജിസ്ട്രേഷൻ ഫീ 1500. പിന്നെയുള്ള ചാർജ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ആണ്. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഞാൻ ഒന്നിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. സോ അതെവിടെയാണെന്നുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ റേറ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 25K to 85K ഉള്ള ട്യൂഷനൊക്കെ അത്രയും പഠിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, 25 to 85K ആണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ കേരളത്തിൽ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരുപാടുണ്ടാവും. ഇതിൽ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഒബ്വിയസ്ലി എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ അവിടെ പഠിക്കുന്ന ഫാക്കൾട്ടീസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അവിടെ നല്ല ഫാക്കൾട്ടീസ് ഉണ്ടോ, ഓക്കെ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. നല്ല ഫാക്കൾട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഞാൻ ഒബ്വിയസ്ലി അതാണ് നോക്കുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഇതിട്ട് പറയണം, അപ്പോൾ കോസ്റ്റിംഗ്, എനിക്ക് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആദ്യം ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ CA ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സോ ആ ഒരു സാറ് പറഞ്ഞു, പെട്ടെന്ന് ടോപ്പിക്സ് തീർത്തു. ആ സ്റ്റുഡൻസിന് ഞങ്ങൾക്ക് ആർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായിരുന്നില്ല, അത്യാവശ്യം റെപ്യൂട്ടഡ് ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ പിന്നീട് ആ സാറിനെ മാറ്റിയിട്ട് വേറൊരു സാറ് വന്നു. ഓക്കെ, ഇപ്പോൾ സാർ 2 കോസ്റ്റിംഗ് എടുത്ത്, സോ കോസ്റ്റിംഗ് അടിപൊളിയായിട്ട് എടുത്ത് ഭയങ്കര കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സെറ്റ് എടുത്തു. അതുകൊണ്ട് തന്നെ കോസ്റ്റിങ്ങിന് ഏകദേശം എനിക്ക് 80യുടെ അടുത്ത് എനിക്ക് മാർക്കുണ്ട് ഔട്ട് ഓഫ് 100. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഫാക്കൾട്ടീസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്നതിൽ ഫാക്കൾട്ടീസിന് ഒരു വലിയൊരു പങ്കാണ്. കാരണം നമുക്ക് കൺസെപ്റ്റുകൾ എത്രത്തോളം, ഇപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പക്കായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൾസോ. സോ നമുക്ക് പക്കായിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ തരാൻ പറ്റുന്ന ഫാക്കൾട്ടീസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബേസിക്സ് ആണ്. സോ അങ്ങനത്തെ കൺസെപ്റ്റ് തരാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫാക്കൾട്ടീസ് നിങ്ങൾ അന്വേഷിക്കുക. ഓക്കെ, നിങ്ങൾ പല ആൾക്കാരും അന്വേഷിക്കും, പലതുമായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ആളുകളോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഫാക്കൾട്ടീസ് ആണ് അവിടെ. സോ അവർ ഇന്ന കേൾക്കുകയാണ് അവിടെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ എവിടെയായിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ട്യൂഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് CA ഫൗണ്ടേഷൻ. ഈ CA ഇൻ്റർമീഡിയറ്റ് വരുമ്പോഴും ഏകദേശം ഒരു 80K രജിസ്ട്രേഷൻ ഫീസ് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഫീ ആയിട്ട് 3K വരും. ഞാനൊരു അപ്രോക്സിമേറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നതും 50 to 1 lakh പല റേഞ്ചിലുള്ള 50K to 1 lakh വരുന്ന പല റേഞ്ചസിലുള്ള ട്യൂഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതാണ് CA ഫൈനൽ ആൾസോ സെയിം തന്നെ വരുന്നത്
ഒക്കെ ഏകദേശം CA ഇന്റർമീഡിയറ്റ് പോലെ തന്നെയാണ് CA ഫൈനൽ. CA ഫൈനൽ ആകുമ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ്സസും നമ്മൾ സെൽഫ് സ്റ്റഡിയാണ് കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു CAയുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് ഒരു 2 lakh ഒക്കെ അപ്രോക്സിമേറ്റ് ഒരു ടോട്ടൽ കോസ്റ്റ് വരും. ഓക്കെ, അതായത് നമുക്ക് ഫീസും കാര്യങ്ങളും എത്രത്തോളം നമുക്ക് ഇതിന് ചിലവാകും, അല്ലെങ്കിൽ എക്സ്പെൻസ് എത്രത്തോളം ആവും എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സോ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും മേ ബി നിങ്ങൾക്ക് ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ +2 കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ടൊക്കെ വരാൻ പോവാണ്. സോ ഇനിയും ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിവേ ഞാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, എനി ഡൗട്ട്സ് ആണെങ്കിൽ അറ്റ് എനി ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സിനനുസരിച്ചുള്ള റീപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. CAനെ പറ്റി നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് CA അല്ലെങ്കിൽ ഫൈനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ CAയിലോട്ട് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.